അത് അപ്പോൾ ഇന്നും പതിവ് പോലെ കൂട് പൊക്കിയിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു കൂട് എലി വെട്ടിയെന്ന് തോന്നുന്നു, അതുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് അവിടെയാണ് എടുത്തിരിക്കുന്നത്. എലി വെട്ടിയോ? എലി വെട്ടിയ കൂട് അത് തയ്ച്ച് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിനകത്തൂടെ ഇറങ്ങിപ്പോകും വരാടി. അത് കാരണം അത് കൂട് തയ്ക്കുവാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞു കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ, ഇത് എന്നാൽ കൊണ്ട് വെള്ളത്തിൽ ഇടാൻ വേണ്ടി എന്ന് പറഞ്ഞ് എൻ്റെ കൈ കൊണ്ട് തന്നു കേട്ടോ. ഇത്രയും വരാലേ ഉള്ളൂ കണ്ടോ. ഇന്നെൻ്റെ 5-6 വരാലേ ഉള്ളൂ. അപ്പോൾ കാരണം ഇന്ന് ഭയങ്കര സങ്കടമാണ് അച്ഛയ്ക്ക്. വേറെ ഒന്നുമല്ല, മീനില്ലാത്തതുകൊണ്ടേ. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ചേറുമീനും ഒരു വരാലും കിട്ടിയില്ല. അപ്പോൾ ചേറുമീൻ കൊടുത്തായിരുന്നു, ഒരു വരാലൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വരാൽ ഇത് കണ്ടോ നോക്കി, ഒറ്റയ്ക്കായിരുന്നു, ആരും കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു. അപ്പം അവൻ കൂട്ടായിട്ട് ഇന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ 5-6 മീനുണ്ട്. ഒരു ഏകദേശം 2 കിലോ കാണുമായിരിക്കും എല്ലാം കൂടെ. അപ്പോൾ ഇതിന് ആവശ്യത്തിന് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം കണ്ടോ. നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷത്തോടെ എല്ലാം തുള്ളിച്ചാടി നടക്കുവാണ്. ഇനിയിപ്പം പതിപോലെ അപ്പുറത്തെ ചെത്തുകാരനാണ് കേട്ടോ, നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ചെത്തുകാരനാണ്. പുള്ളി മീൻ കണ്ടപ്പോൾ ഓടി വന്നത് നോക്കാനായിട്ട്. പുള്ളി വാങ്ങത്തൊന്നുമില്ല, എന്നാലും നോക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ശകലം വെള്ളം കൂടെ വേണമായിരുന്നു, അപ്പോൾ ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചാടിപ്പോകുന്നുണ്ടോ, ഇനിയിപ്പോൾ അത് മൂടി കെട്ടി വെക്കണം കേട്ടോ. നാളെ രാവിലത്തേക്കേ ഇനിയിപ്പം നടക്കത്തുള്ളൂ. ഇപ്പം രാവിലെ കഴിഞ്ഞ് ഇന്ന് ശകലം താമസിച്ചാണ് കൂട് പൊക്കാൻ പോയത്. അത് കാരണം ലേലം എല്ലാം കഴിഞ്ഞ് അവിടുത്തെ. ഇപ്പം കൂട് മൂടി കെട്ടി വെക്കുവാണേ, കാരണം ഇത് ചാടിപ്പോവും. അത് കാരണം കൂടെല്ലാം കെട്ടി ഭദ്രമാക്കി വെക്കുക നാളെ രാവിലത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.